ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. അനവധി ശാസ്ത്രങ്ങൾ പഠിച്ചാലും സത്യം ഗ്രഹിക്കുക എന്നത് വളരെ ക്ലേശകരമാണ്. എന്നാൽ ആത്മസാക്ഷാത്കാരം വളരെ എളുപ്പവുമാണ്. അതിന് ചിത്തശുദ്ധിയാണ് വേണ്ടത്. ഒരുപാട് ശാസ്ത്രങ്ങൾ പഠിക്കുമ്പോൾ ആ ശാസ്ത്രങ്ങൾ പരസ്പര വിരുദ്ധമായി വരും. മാത്രമല്ല അതിൽ അഹങ്കരിക്കും. ഞാൻ ഏറ്റവും വലിയ പണ്ഡിതനാണ്, എന്നേക്കാൾ അറിവുള്ളവർ വേറെ ആരുമില്ല, വാദിക്കാനും തർക്കിക്കാനും മിടുക്കനാകും. വാദത്തിൽ ജയിച്ചാൽ സന്തോഷവും തോറ്റാൽ സങ്കടവും. ഇതെല്ലാം വേദങ്ങൾ പഠിച്ചു വരുമ്പോൾ സ്വാഭാവികമാണ്. അതിനാൽ വേദങ്ങൾ നാലും പഠിച്ചാലും വേദിച്ചാലും 6 ശാസ്ത്രങ്ങളും വാദിക്കാൻ ബോധമുദിക്കില്ലതുകൊണ്ടു ജ്യോതിഷപ്പാരണം എന്നുമെന്നും. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. വേദങ്ങൾ 4 പഠിച്ചാലും 4 വേദങ്ങളും 6 ശാസ്ത്രങ്ങളും പഠിച്ചു എന്ന് വിചാരിക്കുക. അതാണ് വലിയ, അതിൽ ഡോക്ടറേറ്റ് എടുത്തു, ഡോക്ടർ എന്ന പദവിയും കിട്ടി. പക്ഷേ ആത്മസാക്ഷാത്കാരം വളരെ വിദൂരമാണ്. അതൊന്നും അറിഞ്ഞുകൂടാത്ത രാമകൃഷ്ണ പരമഹംസർക്കും അതുപോലെ ഉള്ള വിദ്യാവിചക്ഷണന്മാർ അല്ലാത്തവരാണ് അധികവും സാക്ഷാത്കാരത്തിൻ്റെ പാതയിൽ വിജയശ്രീലാളിതർ ആയിട്ടുള്ളത്. അതാണ് വേദങ്ങൾ 4 പഠിച്ചാലും അത് പഠിപ്പിക്കാനും കൊള്ളാം. വേദിച്ചാലും 6 ശാസ്ത്രങ്ങളും 6 ശാസ്ത്രങ്ങളെയും ഗ്രഹിച്ചു കഴിഞ്ഞു വാദിക്കാം ബോധമുദിക്കില്ലതുകൊണ്ടു. വാദിക്കാം, തർക്കിക്കാം, എന്നിട്ട് അതിൽ ജയിക്കാം. എവിടെയും എന്താണെന്ന് പറയാൻ അറിയാം. പക്ഷേ അതുകൊണ്ട് ആത്മബോധം ഉദിക്കില്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വേദങ്ങൾ 4 പഠിച്ചാലും വേദിച്ചാലും 6 ശാസ്ത്രത്തെയും വാദിക്കാൻ ബോധമുദിക്കല്ലതുകൊണ്ടു ബോധത്തിൽ വർത്തിക്കൂ എല്ലായ്പ്പോഴും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ബോധമണ്ഡലത്തിലാണ് വർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ബോധസ്വരൂപമായിരിക്കുന്ന, പ്രജ്ഞാനസ്വരൂപമായിരിക്കുന്ന ആ പരമാത്മാവിനെ തന്നെ നിരന്തരം വിചാരം ചെയ്യുകയും അതിലാണ് നമ്മൾ ഇരിക്കുന്നത്, അതിൽ നിന്നാണ് നമ്മൾ ഉണ്ടായത്, അതിലാണ് നമ്മൾ ലയം പ്രാപിക്കുന്നത് തുടങ്ങി അല്പം കാര്യങ്ങൾ മനസ്സിലാക്കി അതിനെ മനനം ചെയ്ത് ഉറപ്പിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ക്രമേണ വാസനകൾ ക്ഷയിച്ച് ആത്മബോധം ഉദയം ചെയ്യും. അതാണ് ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യവും. അത് ലഭിച്ചു കഴിഞ്ഞാൽ ആനന്ദവും സുരക്ഷയും നമ്മുടെ ഓരോരുത്തരുടെയും സ്വഭാവമായി മാറുന്നതാണ്. അതിനാൽ ഇതൊന്നുകൂടി നമ്മൾ മനനം ചെയ്യണം, വീണ്ടും വിചാരം ചെയ്യണം. വേദങ്ങൾ 4 പഠിച്ചാലും വേദിച്ചാലും 6 ശാസ്ത്രത്തെയും വാദിക്കാം ബോധമുദിക്കില്ലതുകൊണ്ടു ബോധത്തിൽ വർത്തിക്കുമെന്നുമെന്നും. ബോധത്തിൽ എപ്പോഴും വർത്തിച്ചുകൊണ്ടേയിരിക്കൂ. ഹരേ കൃഷ്ണ.